Hello everyone. Srinarayana Guru Open University Degree ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന പേപ്പറിൽ ഫോർത്ത് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഡയറക്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ് എന്ന 3 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ നെക്സ്റ്റ് വൺ ഇസ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ സെൻസിൽ ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് guidance to people to do work. And from a managerial perspective, directing is the process of instructing, guiding and overseeing employee performance to achieve predetermined objectives. അതായത് നമ്മൾ ഓർഗനൈസേഷൻ്റെ മാനേജ്മെന്റ് പ്രീഡിറ്റർമൈൻ ചെയ്ത ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടെയുള്ള മാൻ പവറിനെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലിനെ, പീപ്പിളിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നതിനെയും ഗൈഡ് ചെയ്യുന്നതിനെയും എംപ്ലോയീസിന്റെ പെർഫോമൻസ് മൊത്തത്തിൽ ഓവർസീ ചെയ്യുന്നതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ളൊരു പ്രോസസ്സിനെയാണ് ഡയറക്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി നയിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് വഴി കാട്ടുക എന്നൊക്കെയാണ് ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിവേ ഡയറക്റ്റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ it initiate action. അതുപോലെ തന്നെ ഡയറക്റ്റിംഗ് is at every level of management. That is a continuous process. നമ്മൾ സ്റ്റാഫിങ്ങും പ്ലാനിങ്ങും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റിംഗ് is also a continuous process. It flows from top level to bottom level. Always മുകളിലുള്ളവരല്ല താഴെയുള്ളവരെ ഡയറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ this performance oriented and it has some human element. അതായത് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ is based on the study of human behavior. ഇതൊക്കെയാണ് ഡയറക്റ്റിംഗിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ആൻഡ് when it comes to importance of directing, the first one is initiates action. നമ്മുടെ directing is the starting function from where the actions take place. Through directing only subordinates understand their jobs and carry out the same as per instruction from superiors. So it initiates action. അതുപോലെ തന്നെ integrate efforts. Directing integrates effort. It relates and integrates the efforts of every individual in such a way that each effort contribute to the organizational function. And directing is a means of motivation. It provides stability. It facilitates needed changes. How directing can mitigate resistance to change through proper communication, motivation and leadership. So നല്ല രീതിയിൽ എംപ്ലോയീസിനെ പ്രോപ്പർലി മോട്ടിവേറ്റ്, കമ്മ്യൂണിക്കേറ്റ്, അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസും മോട്ടിവേഷൻ ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ടു ചേഞ്ച് കുറക്കാൻ പറ്റും. സോ ടു ഫെസിലിറ്റേറ്റ് നീഡഡ് ചേഞ്ചസ് ആൻഡ് ജനറേറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ഇൻ മാനേജ്മെന്റ്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻസസ് ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് let's look at the principles of directing. Principles of directing first one വരുന്നത് maximum individual contribution ആണ്. And this principle states that directing practices must help every individual to contribute to their maximum potential towards the achievement of organizational objectives. എന്താണ് പറയുന്നത്? ഈ ഒരു ഡയറക്റ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഇൻഡിവിജ്വൽസിനെയും അവരുടെ മാക്സിമം പൊട്ടൻഷ്യലി ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ്മെന്റിലേക്ക് വേണ്ടിയിട്ട് മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്ന പ്രിൻസിപ്പിൾസ് പറയുന്നത്. then harmony of objectives പറയുന്നുണ്ട്. Directing should synchronize individual and organizational objectives by convincing employees that rewards and work efficiency are complementary to each other. അതായത് എംപ്ലോയീസിനെ നമ്മൾ കൺവിൻസ് ചെയ്യണം, അതായത് അവരുടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നല്ല റിവാർഡ് കിട്ടുള്ളൂ എന്ന് കൺവിൻസ് ചെയ്തുകൊണ്ട് എന്താണ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനെ സിങ്ക്രൊനൈസ് ചെയ്യണം എന്നുള്ളതാണ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സിൽ ഉദ്ദേശിക്കുന്നത്. then യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നുണ്ട്. ഒരു എംപ്ലോയി ഒരേ സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാൽ മതി എന്നുള്ള നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റിൽ പറഞ്ഞു. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക് എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ വരുന്നത്. It emphasizes that directing people should be carried out using appropriate motivational and leadership technique based on subordinate needs, attitudes, capabilities and other situational variables. Okay, then next one വരുന്നത് managerial communication ആണ്. And it says that directing should convey clear instruction to subordinates which will avoid misunderstanding. അതായത് സബോർഡിനേറ്റ്സിന് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരാത്ത രീതിയിൽ ക്ലിയർ കട്ട് എന്താണ് ഇൻസ്ട്രക്ഷൻ
കമ്മ്യൂണിക്കേഷൻ അവിടെ വേണം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഡയറക്റ്റിംഗ് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. സോ അവിടെ ഫോർമൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ ഓർഗനൈസേഷൻ മാത്രമല്ല, ഇറ്റ് യൂസസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഓൾസോ. ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ആർ നോട്ട് ബി ഇഗ്നോർഡ് ഡ്യൂറിംഗ് കൺവേയിങ് ഇൻസ്ട്രക്ഷൻ. സോ ഇൻഫോർമൽ ഓർഗനൈസേഷൻസിനും കൂടി കൺസിഡർ ചെയ്യണം ഇൻഡയറക്ഷനിൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലീഡർഷിപ്പ് ആണ്. ഇറ്റ് എംഫസൈസ് ദാറ്റ് എ സുപ്പീരിയർ ഷുഡ് എക്സിബിറ്റ് ലീഡർഷിപ്പ് വൈൽ എക്സസൈസിങ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. ദെൻ ഫോളോ ത്രൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവറി ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്ലി റിവ്യൂഡ് ഓർ ഫോളോഡ്. ഇതിൽ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻസ് ഒക്കെ റിവ്യൂ ഒരു ഫോളോ അപ്പ് എടുക്കണം എന്നുള്ളത് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് ടു സീ ഇഫ് the conveyed orders are being implemented accordingly to plan and to take necessary action to conduct problems. That is follow through. ഇത്രയുമാണ് ഡയറക്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. ആൻഡ് എലിമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വരുന്ന യൂണിറ്റ്സിൽ ഇവ ഓരോന്നിനെയും നമുക്ക് ഓരോ യൂണിറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് യൂണിറ്റ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.